ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായി ഒരു ഡിഫറെൻ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി വരുന്നത്. എല്ലാവരും മുഴുവനായി കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ്. ഞാനിത് കസ്റ്റേർഡ് ആപ്പിൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാനിത് രണ്ട് വിധത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാനിപ്പോൾ കാണിക്കുന്നു, ഒറ്റേത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വേറെയും 2-3 പായസത്തിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്സഡ് പായസം ചെയ്തിട്ടുണ്ടായിരുന്നു, ത്രിഫല പായസം, ഇളനീർ പായസം, മത്തൻ പായസം, അങ്ങനെ കുറേ പായസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. കാണാത്തവർ അതും കൂടെ കാണാൻ മറക്കരുത്. അപ്പം ഞാൻ ഇത് കസ്റ്റേർഡ് ആപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 കസ്റ്റേർഡ് ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 100 ഗ്രാം സാബുദാന എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരമണിക്കൂർ മുമ്പ് വാഷ് ചെയ്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. എങ്കിലാണ് നമുക്ക് വേഗം കുക്കായി കിട്ടുക. പിന്നെ ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാമോ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് സീഡ്സ് കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു 2 എണ്ണം ഞാൻ കൈകൊണ്ട് തന്നെ സീഡ്സ് കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ളൊരു 3 എണ്ണം ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് പൾസിലിട്ട് അടിക്കാമെന്ന് വെച്ചു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സൗകര്യം പോലെ ചെയ്യാം. പക്ഷേ കുറച്ച് കടിക്കാൻ ഞാനൊരു 2 എണ്ണം അങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം കുടിക്കുമ്പോൾ അതിൽ നിന്നുള്ള ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിൽ അടിച്ചെടുക്കുന്നതിൽ ചിലപ്പം അങ്ങനെ ഒരു കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടിയെന്ന് വരില്ല. പിന്നെ പോരാത്തത് പൾസിലിട്ട് അടിക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ഒറ്റൊരു ഇതിൽ മാത്രമേ ഇട്ട് അടിക്കാൻ പാടുള്ളൂ. അധികം പ്രാവശ്യം നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സീഡ്സ് എല്ലാം പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ. പോരാത്ത ആ കുരുവിൻ്റെ കയ്പിറങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പം ഞാനൊരു 2 എണ്ണം ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് ബുദ്ധിമുട്ടാന്ന് വെച്ചു. ഇതിപ്പം ഞാൻ സ്പൂൺ കൊണ്ടെല്ലാം ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റേർഡ് ആപ്പിളിൽ നിന്ന് ഇത് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം നല്ലവണ്ണം സ്പൂൺ കൊണ്ട് പരണ്ടിയിട്ട് എടുക്കരുത്. ആ അടിയിലുള്ള ആ ഒരു പൾപ്പ് പോലത്തത് ചിലപ്പോൾ എടുക്കുമ്പം അതിന് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മേലേന്ന് നമ്മുടെ ആ ഒരു അല്ലിയോട് കൂടിയിട്ടുള്ള ഉണ്ടല്ലോ, അത് മാത്രം സ്പൂൺ കൊണ്ട് തട്ടിയെടുക്കുക. ഇനി ഇതൊന്ന് കൈകൊണ്ട് ഇതുപോലെ എടുത്ത് മാറ്റാം. ഒരു 2 എണ്ണമൊക്കെ എടുത്ത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ബാക്കി 3 എണ്ണം ഉള്ളത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. എങ്കിലായിരിക്കും കുറച്ചുകൂടെ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. 2 കസ്റ്റേർഡ് സീഡ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 3 എണ്ണം ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഞാനൊരു പാൻ കത്തിച്ച് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ചൂടാവാൻ വേണ്ടി വെക്കുക. ഇതൊന്ന് ചൂട് പിടിക്കുമ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ച കസ്റ്റേർഡ് ഒന്ന് പൾസിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് അപ്പോഴേക്കും പാലൊന്ന് ഒരു ലൈറ്റ് ചൂട് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു 1/2 കപ്പ് പാലെടുത്ത് ഇതിലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ചൂടുള്ള പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് അധികം ചൂടുള്ള പാൽ ഒഴിക്കരുത്. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു പ്രഷറിൽ മിക്സിയുടെ അടപ്പ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, പൊങ്ങി വരും. അത് കൂടുതൽ പണിയാവും. അപ്പോൾ ഇതൊന്ന് ഒരു പൾസിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൾസിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുരുവൊക്കെ ഒന്നും അധികം പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. ഇനി ഇതിൽ നിന്ന് ഇതിൻ്റെ സീഡ്സ് എല്ലാം എടുത്ത് എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതും അവിടെ മാറ്റി വെക്കാം. ഈ പാലൊന്ന് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സാഗോ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം സാഗോ വാങ്ങിക്കുന്ന സമയത്ത് നല്ല സാധനം നോക്കിയിട്ട് വാങ്ങിക്കണം. ചിലത് ചുരുങ്ങിയത് പോലുള്ളത് കളറില്ലാത്തതൊക്കെ ആയിരിക്കും. അപ്പം നല്ല ബോൾസ്, വൈറ്റ് കളറുള്ള ബോൾസ് ഉള്ളത് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക. ഇത് നല്ലവണ്ണം വാഷ് ചെയ്ത് 1/2 മണിക്കൂർ കുതിർത്ത് വെക്കാൻ മറക്കരുത്. കുതിർത്താൽ മാത്രമേ ഇത് വേഗം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഈ പാലൊന്നുകൂടെ കുറുകി വരുമ്പോഴേക്ക് ഈ സാഗോ കൂടെ കുക്കായിട്ടുണ്ടാവും. പാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മേലയിൽ പാട കെട്ടിപ്പോവും. പിന്നെ പോരാത്ത ഈ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വരുന്നത് അതിലേക്ക് തന്നെ തട്ടിയിട്ട് കൊടുക്കണം. എങ്കിലേ പാലൊന്ന് തിക്കായി കിട്ടുക.
ഞാനിതിൽ ഒരു 2-2.5 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. വലിയ സ്പൂണ് തന്നെയാണ് ചേർക്കുന്നത്. കണ്ടൻസ് മിൽക്ക് നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒരു 1/2 കപ്പ് ചേർക്കുന്നുള്ളൂ. പാലൊന്ന് കുറുകിയതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാവൂ. പഞ്ചസാര ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പാല് കുറുകി കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ പാലൊന്ന് കുറുകി വന്നതിന് ശേഷമേ പഞ്ചസാര ചേർക്കാവൂ. ഇതനി ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചുകൊണ്ട് നല്ലവണ്ണം ഒന്നുകൂടെ കുറുകി വരട്ടെ. ഇതിപ്പം നല്ലവണ്ണം കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഏലക്ക പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണൽ മാത്രമാണ്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം പാലിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ കസ്റ്റേർഡ് ആപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഏലക്കയുടെ ടേസ്റ്റൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒന്നുകൂടെ നല്ലവണ്ണം ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ആപ്പിൾ ഇതിലേക്ക് ചേർക്കാം. കസ്റ്റേർഡ് ആപ്പിൾ ചേർക്കാനെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ചൂടുള്ള പാല് ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേഗം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചത് ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പം അതൊന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് ഈസി ആയിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കസ്റ്റേർഡ് ആപ്പിൾ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കസ്റ്റേർഡ് ആപ്പിൾ ആ ചൂടുള്ള പാലിലേക്ക് വീഴുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. അപ്പം ഇതിനെ വേറെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് ഒഴിച്ച് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് ആപ്പിൾ സാഗോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഫൈനലി ഒരു കാഷ്യൂ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിടണം. അതിന് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഗീ ഒഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഗീ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. ഞാൻ ഓയിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ഓയിലിലിട്ട് കുറച്ച് കാഷ്യൂ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇതന്നെ നമുക്ക് ആ പായസത്തിലേക്ക് ചേർക്കാം. പായസത്തിൽ നിങ്ങൾ സാധാരണ എല്ലാ പായസത്തിലും ചേർക്കുന്നത് പോലെ ആ ഓയിലോട് കൂടിയിട്ട് തന്നെ കൊണ്ടുപോയിട്ട് ഒഴിക്കരുത്. അതിൽ ഓയിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും നമ്മൾ ബട്ടറൊക്കെ ചേർക്കാറുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ഈ കാഷ്യൂ മാത്രം ഇതിൽ എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പായസമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇത് ചൂടോടെ കുടിക്കുന്നതിനേക്കാളും കുറച്ച് ചൂടാറിയിട്ടോ തണുത്തിട്ടോ കുടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.